ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഈ ഗെയിം കുണുങ്ങിയാണ് കളിക്കേണ്ടത്, അതുകൊണ്ടാണ് കിടക്കെന്ന് പറയാൻ കാരണം. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ചടോ പടോ. അതെ അതെ, ചടോ പടോ എന്നുള്ളത്. കാരണം നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചിട്ടാണ് ഈ ഒരു ഗെയിമിലേക്ക് കാലത്ത് വന്നിട്ടുള്ളത്. യുനോ, ഇപ്പൊ കാലത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് ഫ്രഞ്ച് നെയിം പറഞ്ഞത്. ജയിച്ച ബിനീഷ് ബാസിനെ നിനക്കൊരു ഫ്രഞ്ച് കിസ് ഉണ്ട്. ആരുടെ വക? ബിനീഷ് ബാസിന് ഷിയാസ് കരീം. അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ദേഹം ഒട്ടും അനങ്ങാത്ത കുലുങ്ങാത്ത ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ബോഡിക്ക് ഒട്ടും പറ്റിയ ഗെയിം. സത്യം. ഓക്കെ, പക്ഷെ അവിടം വരെ നടക്കുമ്പോ അനങ്ങൂലേ? ഏറ്റവും ആദ്യം ആ കുഞ്ഞിക്കാല് വെച്ച് നടന്നൊന്ന് ഇങ്ങോട്ട് വരിക. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ട്രോളി അറേഞ്ച് ചെയ്യാം. വന്നതിന് ശേഷം ഒരു ജിംബോൾ എടുക്കുക, ഇതിന്റെ മുകളിൽ കയറി നിൽക്കുക. നിന്നതിന് ശേഷം നമ്മളിതാ വീണ്ടും ഈ ജിംബോളും പിടിച്ചേട്ടന സുഖല്ലേ, ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. ഇങ്ങനെ നിക്കാ, അങ്ങനെ അതാണ് കണ്ണും തുറന്ന് ചെവിയും കേട്ട്. ഞങ്ങളടുത്ത് ചോദിച്ചില്ല സുഖം തന്നെ ചേട്ടാ. നിങ്ങൾക്ക് പൊസസീവ്നെസ്. ചേട്ടനോട് ചോദിക്കുമ്പോ അസുഖമൊന്നുമില്ലെന്ന് ചോദിക്കോളൂ. ശരി, അതായത് ജിംബോൾ എടുത്ത് ഇതിന്റെ മുകളിൽ നിന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് എടുത്ത് ചാടണം. ആ ബലൂൺ ആരാണോ ആദ്യം പൊട്ടിക്കുന്നത് അവരായിരിക്കും ജയിക്കുക. ഇത് തന്നെ അപ്പുറത്തെ ടീമും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ജമ്പോട് ജമ്പാണ്. നിങ്ങൾ ഇന്ന് ജയിച്ചാൽ മറ്റേ ജിഷന്റെ തിമിര ശസ്ത്രക്രിയ ഞങ്ങൾ നാളെ തിമിര ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ? കുട്ടിത്തം കേറി 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 നാളെ പക്രുചേട്ടനെ പറഞ്ഞ നിന്റെ നടത്ത ഞാൻ അടിവാലിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞങ്ങളുടെ ടീമിനെ ആദ്യം കളിയാക്കണ്ട. ഞങ്ങളുടെ ടീമിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ തുടങ്ങാൻ പോണത്. വെറും കൂട്ടായ്മയല്ല, ഒരു തോൽവിയുടെ കൂട്ടായ്മ. മാക്സിമം കീ പിരിച്ചു വെച്ചേക്ക ഞങ്ങളുടെ പടക്കുതിരേനെ. താങ്ങാൻ പറ്റെങ്കിൽ താങ്ങിക്കോ. അതിനാട്ടെ പിരികളി കിടക്കായിരുന്നോ? ഐശ്വര്യ ചാടി ഇങ്ങോട്ടാണ് പറഞ്ഞ, അങ്ങനെ ഈ ബലൂൺ അവിടെ വയ്ക്കേണ്ടി വരും. ഈ ബലൂൺ നോബിയുടെ തലയുടെ വായിക്കലിട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കാൻ മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ ഇറങ്ങടോ. ആ ഡ്രസ് ഇടാൻ വേണ്ടിട്ട് ഒരു മിഷ്യൻ കൊണ്ടുവന്നായിരുന്നു. ആ മിഷ്യൻ എന്നിട്ട് നടന്നത് ഇങ്ങനെയാ. ആ ആളാണ് ഇങ്ങനെ കാണിക്കാൻ പോകുന്നത്. ഓഡിയൻസിന്റെയും കമ്പനിയുടെയും താല്പര്യം അതാണെങ്കിൽ ഞാൻ ശിരസാ നമിക്കുന്നു. ശരി, ഈ ടീമിൽ നിന്ന് 150 രൂപയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാസ് കരീം. രാവിലെ തന്നെ മണ്ട വിളയാട്ടം. ഓക്കെ, അപ്പൊ ഇതിലും വാശിയേറിയ മത്സരം. ഈ ഗെയിം എങ്ങനെ വരും, ഈ ഒരു ഗെയിം പ്ലാൻ വർക്കാവില്ലേ എന്നുള്ളത് ഇവരുടെ ദീം ചരിടവുമായിട്ട് താഴെ കിടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അളിയ ബൈബിൾ നാടകത്തിലേക്ക് മറ്റേ പടയാളികളില്ലേ അല്ല, ആടിന് മുണ്ടുനീര് വന്നു. അപ്പൊ കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എടാ ബാലൻസ് ചെയ്തില്ല, പതുക്കം ഞാറ്റതുവാ. പതുക്ക പയ്യ പയ്യ. സൂപ്പർ സൂപ്പർ. അവിടെ ചാടണ്ട, അങ്ങനെ ബോള് മാറ്റാം അവിടുന്ന്. പുള്ളി സൂക്ഷിച്ചു പോയി. സൂപ്പർ. അറിയില്ല, ജപിച്ച് കെട്ടിയ ചരടൊക്കെ പുറത്തേക്ക് വന്നു. എന്തായാലും ജപിച്ച് കെട്ടിയതിനൊരു ഗുണമുണ്ടായി. കൺഗ്രാറ്റുലേഷൻ. ഇനി അടുത്ത ഒരു റൗണ്ട് നമ്മൾ ഷിയാസിന് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അല്ല, ഇത് ആദ്യം ഇങ്ങനെയാണ് ഞങ്ങൾ, പിന്നെ ഒന്നും കൂടെ വരും. ഇത് ഞങ്ങളെ ട്രിക്കാണിത്, ഞങ്ങളെ കോമഡി ട്രിക്ക്. മാക്സിമം കോമഡി കയറ്റി. ഞങ്ങൾക്ക് കോമഡി കാണാം, പക്ഷേ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞു? നീ പറഞ്ഞാൽ മതി. ഇത് കുർള എക്സ്പ്രസ് എല്ലാ സ്ഥലത്തും നിർത്തും ഈ വണ്ടി. ഇത് ലോക്കൽ വണ്ടി, ഇതെല്ലാ സ്ഥലത്തും. ഇത് പെരുമ്പാവൂർ ലോക്കൽ എക്സ്പ്രസ് ആണ്. ഇനിയാണ് അംഗം. സ്വന്തം കൂട്ടുകാരുടെ സംഭവം. ഇല്ല പോയില്ല, ഒന്നേന്ന് കയറും. ഇല്ല പോയോ.
എന്നോട് ഷിയാസെ കാണിക്കണേ. ഫാസ്റ്റിന്റെ വീഴ്ച കോമഡി കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരത്തെ വേണ്ടാന്ന് പറഞ്ഞത്. വെരി ഗുഡ്. ഇല്ല, കൈ വെച്ചാണ് പൊട്ടിച്ച. പിന്നെ- ബോഡി വെച്ച് പൊട്ടിക്കാനെന്ന് പിന്നെ ബിനീഷ് ബാസ് എങ്ങനെ പഠിച്ചാ? പോരെ. അനുവിന് ശമ്പളം കൂട്ടിയാ? ഇല്ല നിന്റെ ജോലിയും കൂടെ അവള് ചെയ്യുന്നു. പാൾട്ടെന്ന് പറയണ എന്തിന്? അല്ല സൂസൂല് കേറി ആ. സ്റ്റാർ മാജിക്കെങ്കിലും കൂടെ കേറണമായിരിക്കും. കരഞ്ഞ് കാല് പിടിച്ച് അവിടെ ചെന്ന് നിന്ന് എനിക്ക് പൊരിച്ചമീൻ വേണ്ട, ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. സാധാരണ മോതിരല്ലേ വിരലിടുക, വാച്ച് ഇടണോ? ഇത് ഷിയാസ് എനിക്ക് തന്നത്. ഇത് ബ്രാൻഡ് ഇത് റോളക്സ്. റോളക്സ്. അതെന്താ ഇങ്ങനെയൊക്കെ സമ്മാനിക്കുക? അല്ല, ഇങ്ങനെ തരണം, ജനങ്ങൾ മുമ്പച്ചതാ. അങ്ങനെയാണെങ്കിൽ ബിനീഷ് ബാസിന്റെ കയ്യിലുണ്ട് റോളക്സ്. ചോദിച്ചാൽ വില കൂടിയതല്ലേ ആ ശരിയാക്കി. ഗെയിം കളിക്കുമ്പോ ഇവിടെ ജനങ്ങളെ മുമ്പച്ചതാണ്, അതാണ് എന്റെ ഗെയിം കളിക്കുന്നതിന് മുമ്പ് പിടിക്കാൻ കൊടുത്തതാ. നോബിച്ചേട്ടന് അല്ലല്ല, ഒരു ചേട്ടൻ അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ചാ ചിലവരത് കൊടുക്കണം. അല്ല റോളക്സ് തരാം, ഒരു റൗണ്ട് ഇത് ചാടി ചെയ്യുകയാണെങ്കിൽ റോളക്സ് ഷിയാസെ ചുണ്ടനക്കേറി ഞാൻ ഡബ് ചെയ്യാം. ഷിയാസിന്റെ സ്വഭാവം വെച്ചിട്ട് ഷിയാസിന് നോ പറയാൻ അറിയില്ല, ഭയങ്കരമായിട്ട് കൊടുക്കും, ഭയങ്കര ദാനശീലൻ. കൊടുക്കുകയും ചെയ്യും, വയറിറച്ച് കിട്ടുകയും ചെയ്യും. അതാണ് അവളുടെ സ്വഭാവം. ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു. ഉള്ളിൽ കറിയുണ്ടോ? ഇല്ല ഞാൻ കൊടുത്ത എന്റെ ദൈവമേ, ഞാൻ ആദ്യം നോക്കി വെച്ചായിരുന്നു. രശ്മി ശരി. ദാണ്ട സംഘാടന ശ്രദ്ധയ്ക്ക് CCTV ഓൺ ചെയ്യണം. ഇവ ഇന്നലെ റബ്ബർ കാട്ടിട്ട് കഴുത്ത് ഇത് തിരിച്ചു വെച്ചു. തിരുവനന്തപുരം ദുർബലയുടെ നാടകം കഴിഞ്ഞെങ്കിൽ പരിപാടി കഴിഞ്ഞു. എന്തും നടക്കുമോ? എന്തെങ്കിലും നടക്കുമോ? നോക്കട്ടെ. അടിമാലി ഞാൻ വാച്ച് കൊടുത്തു കൊടുക്കാം. ബിനീഷ് ബാസ്റ്റിന്റെ റോളക്സ് സുമയ്ക്കും കൊടുക്കും. എന്നാ ഞാൻ തരും 1.5 ലക്ഷം പോട്ടെ നോക്കില്ലേ. നിന്റെ റോളക്സ് എടുത്ത് നോക്കട്ടെ. ധൈര്യമുണ്ട് ഇപ്പൊ തടവേ. ഇപ്പൊ തന്നെ കൊടുക്കും ഞാൻ. ഞാൻ എടുക്കും. റോളക്സ് മാറ്റി വെച്ചേക്കണല്ലേ. വാച്ചല്ലേ? നിന്റെ റോളക്സ് ഒന്ന് കാണണം എനിക്ക്. അവന്റെ റോളക്സ് എനിക്ക് ഇന്നലെ ഒന്ന് കെട്ടാൻ തന്നു. ചൊറിച്ചിൽ ഇത്രയും മാറിയിട്ട് മൊത്തം ക്ലാവും. നോക്കട്ടെ. റാഡോ റാഡോന് ഓയില്ല, RAD മാത്രമേ ഉള്ളൂ. 1.5 ഇതെന്താ വെള്ളി ലക്ഷം റാഡോന്റെ റാഡ്. ഷാരൂഖ് ഖാൻ കെട്ടിയ ആഹാ, ഞാൻ കെട്ടിയ ഓഹോ. അല്ലല്ല, റാഡോ കെട്ടിക്കഴിഞ്ഞാൽ ആര് കെട്ടിയാലും മാഹാണ്. പക്ഷെ റാഡ് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയില്ലേ, റാഡ്? ഇത് വാച്ച് കടയിലേ, ഇത് ഗൾഫിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതല്ലേ, നാട്ടിൽ വന്നത് വാച്ച് കടയിൽ കാണിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് പറയണ്ട ഇവിടെ, അത് പറയണ്ട. ഞാൻ പറ്റിപ്പെട്ടു. പുതിയതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. നാടകം ഒന്ന് കറക്റ്റ് ഹാപ്പി ബർത്ത്ഡേ പറടാ. ഹാപ്പി ബർത്ത്ഡേ. ശരിക്കും സന്തോഷത്തില് എല്ലാം കൊടുക്കുന്നത് എനിക്ക്. ഇനി അത് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പൊളിക്ക്. ഇനി ഞാൻ കൊടുക്കും, എനിക്ക് ഇനി അറിയാൻ വയ്യ. ഇല്ലാത്തവനുള്ളവന് കൊടുക്കണമെന്നാ പറഞ്ഞേക്കണത്. ഇനി നിനക്കില്ലെന്ന് പറയല്ലേ? ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി എനിക്കില്ല. ഇതുണ്ടല്ലോ, ടീം കഴിഞ്ഞ തവണ ദുബായിൽ പോയപ്പോ ആരോ ഗിഫ്റ്റ് കൊടുത്തേ. ടീമിന് ഇതിന്റെ വാല്യൂ അറിയാൻ വേണ്ടി ടീം നാട്ടിൽ വന്നപ്പോ ഒരു വാച്ച് കടയിൽ കൊണ്ടുപോയി, ഷോപ്പിൽ കൊണ്ടുപോയി. സത്യം. അപ്പൊ അവര് എടുത്തു ചോദിച്ചു, ചേട്ടാ അത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ തന്ന ദുബായി പോയപ്പോന്ന്. അപ്പൊ ഈ വാച്ച് കടക്കാര് നാട്ടിലുള്ളവര് പറയാണ്, ചേട്ടാ ഇതില് ബാറ്ററി ഇടാൻ പറ്റില്ല, സൂചി മാറ്റി സമയവും ശരിയാക്കാൻ പറ്റില്ല, ഇത് ഡമ്മി വാച്ചാണ്. അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് 6 മണി ഏത് വാച്ച്? 6:10. അതാണ് ഈ വാച്ച്. എപ്പിസോഡ് മുമ്പ് വന്നപ്പോഴും 6:40. അത് ഇവന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവ 6:40 വരും, 6:40 പോകും. ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണോടാ നിന്നെ. രശ്മി, ദുബായി പോയാലും ശമ്പളമില്ല, ഈ വാച്ചാണ്. അല്ലല്ല, ഇത് അവിടെ പാട്ട് പാടിയിട്ട് അവര് പ്രതികാരം ചെയ്തതാ. അപ്പൊ നീ ഇനി മുതൽ 6:40 പറഞ്ഞാൽ 6:40 പോണം. എന്തായാലും ഇത് അറിഞ്ഞോണ്ട് കൊടുത്തേക്കണത്. പുള്ളി നടക്കൂല, വാച്ച് നടക്കൂല. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞേ പുള്ളിക്കൊന്ന് കളിച്ചാൽ കൊള്ളാന്ന്. ക്യാപ്റ്റൻ അത് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ക്യാപ്റ്റന് ആര് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ കൈഡി കൊടുക്കാം. ഓയ്. വിനു അടിമാലി. And നോബി മാർക്കോസ്. പേഴ്സ് പറഞ്ഞേട്ടാ, ഞാൻ കളിച്ചാ എന്റെ റോളക്സ് ചിലപ്പോ താഴെ വീണാലോ. എന്റെ റാഡും അവനൊരു കോട്ട് വന്നു. ഞാൻ ആര് ക്യാമറ പിടിച്ചാന്നറിയില്ല, അതിനെ സ്റ്റെപ്പായിട്ട് മാറ്റി കളഞ്ഞവള്. ഇറങ്ങാൻ അങ്ങോട്ട്, നമ്മളത് കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട്. എന്നെ ഒന്ന് അവിടെ ആക്കി. So let's start the game. Countdown please. 3, 2, 1.
എന്താണ് ഇത് നോബി ഫ്രണ്ടിലും ബാക്കിലും വയറോ? പ്രധാനമന്ത്രിയുടെ പുറകെ പോലും ഇത്ര ആളില്ല. അവിടെ നിന്ന് മാറും. അല്ലല്ല കറക്റ്റ് പുലിമുരുകൻ കേട്ടോ. യോ ആന കിണറ്റില് വീണ്. ഞങ്ങളുടെ വയൽമാൻ ജയിച്ചേ. അല്ല, ഈ ഒരു എഫേർട്ടിന് നമ്മളൊരു കൈയ്യടി കൊടുക്കണം. ശ്രമിച്ചല്ലോ, എല്ലാ സ്റ്റെപ്പും ചെയ്തല്ലോ. ഇതൊരു എഫോർട്ടൊന്നുമല്ല, ഇതൊരു നിവൃത്തികേടാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ അടുത്തതായിട്ട് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബിനു അടിമാലി. എല്ലാരും ഹെൽമെറ്റ് വെച്ചോ. നമ്മുടെ ടീമിന്റെ പുള്ളി ചാടാൻ നേരത്തെ ഒരു 3 ബട്ടൺസ് ഒന്ന് നെറ്റിത്തടിക്കും. എല്ലാം നോബിച്ചേട്ടൻ ചാടിയപ്പോ എനിക്കൊരെണ്ണം കിട്ടി. യെസ്, നമ്മൾ തുടങ്ങുകയാണ്. കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനെയൊന്നുമല്ല. അയ്യോ, സൂപ്പർ കോമഡി. ഞങ്ങളുടെ ക്യാപ്റ്റന്റെ കോമഡി കാണും. സൂപ്പർ. അണ്ടറാണ്ട വള്ളി വരെ അഴിഞ്ഞു പോയി. Ready? 1, 2, 3. Come on, Vincent, kitty. Good balance. ആരുടെ അകത്ത് കയറി അടയിട്ടേക്കണേ. Ready, Vincent, come on. കിട്ടും. Ready, 1. എല്ലാ തവണയും പറയാറുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്, ഓഡിയൻസിന്റെ അടുത്തൊക്കെ, ബിനു ചേട്ടന് കേറാനുള്ള മടി മാത്രമേ ഉള്ളൂ. ഗെയിമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ ബിനു ചേട്ടൻ ഇറങ്ങി വരാറില്ല. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ചേട്ടൻ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ ടീം തോപ്പിക്കണല്ലേ, അതുകൊണ്ട് പുള്ളിക്ക് അടിയും കിട്ടും. ഇനി അനു കളിച്ചു കാണിച്ചു തരും. അടുത്ത കയറാൻ പോകുന്നു അനുമോൾ, അനുക്കുട്ടി. ഈ ടീമിൽ നിന്നും ദേവിക്കുട്ടിയാണ് ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റെഡി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ പ്ലീസ്. 3, 2, 1. ആസാനം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലോ. അതെനിക്കും നിനക്കും ചെയ്യാൻ പറ്റിയില്ല. ബോള് മാത്രം ഇവള് വരില്ല. അവള് പുറകെ വരും. ആദ്യം ബോൾ വന്ന് ഓഡിയൻസിനെ മാറ്റും. പറ്റും. കമ്മോണ്ടി വീഴും. ഇത് വീഴാനാണ്. ചാട്. ഇതിനൊരു തവള മുട്ടയിടും പോലെ അനു ജിമ്മിലാന്ന് വിചാരിക്കുക. ജിംബോളൊക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളല്ലേ. എവിടെ പോയിട്ട് വേണ്ടേ? എങ്ങനെയാണെങ്കിൽ നിക്ക്. ചില്ലടിച്ച് പറ്റൂല്ലെങ്കിൽ മാറിയോ? പറ്റും. അവളെ കൊണ്ടേ പറ്റും. അടിപൊളി. നടന്നപ്പുറത്തേക്ക് പോയിട്ട് തുടങ്ങിക്കോളൂ. അനു ബോള് ജസ്റ്റ് അവിടെ വെച്ചിട്ട് അനു ഒറ്റയ്ക്ക് ചാടിയിട്ട് ബോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാം. ലക്ഷ്മി ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ലക്ഷ്മി ഇല്ല, സൗകര്യമില്ല. റെഡി, ഓക്കെ. സ്വകാര്യം പറഞ്ഞ മൈക്ക് വെച്ചിട്ടാണ്. റെഡി, ഓക്കെ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
അതെന്നാ പോക്കടി ബ്ലേഡ് വെള്ളത്തിലിട്ടവര് പോയ അത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഈ ഗെയിമില്. നീ കൈ നിട്ടാണോ? ചേട്ടാ എത്ര നേരം ഹോൾഡ് ചെയ്യുന്നു അത്ര നേരം ഇത് കിട്ടുമല്ലോ, ടൈറ്റ് കിട്ടുമല്ലോ. ആ Ready? കമോൺ ജമ്പ് ഓ, 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 ഓ. ജമ്പ് അറപ്പിക്കണല്ല, നിന്നെ പ്രോത്സാഹിപ്പിക്കണ. ജമ്പ്. കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ച് വായു ഉള്ളിലേക്ക് എടുക്കണം, ഒരിക്കലും പുറത്തേക്ക് വിടരുത്. കമോൺ അയ്യോ കമോണ്ടി അനുമോളെ. ഈ ഗെയിമിന്റെ അതൊരു- റൂട്ട് അനുവിന്റെ ശ്രദ്ധയ്ക്ക് കറണ്ട് ചാർജ് നീ അടക്കേണ്ടി വരും. Ah, good. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. Yes, correct. അടി സഖ്യ. പിടിച്ചോ പിടിച്ചോ. കൊച്ചിന് നേരിട്ട് കൊടുക്കാം, നേരിട്ട് കൊടുക്കാം. മാറ്, എല്ലാരും മാറ്. Very good. ആ തൊളേക്കട അങ്ങോട്ട് പോകരുത്. അവിടെ രണ്ട് കൈ ഇങ്ങനെ വെച്ചപ്പോ അങ്ങനെ ചാടാൻ പോവാണോ? അനുവിന് ഈ game ജയിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശവും നൽകുന്നത് പെരുമ്പാവൂർ ഒന്നുകൂടി അതാണ് ബാസ്റ്റർ, അതാണ്. അത് ഇത് കെട്ടണം. ഇത് കെട്ടില്ലെന്നോ, ഇതിന്റെ രണ്ടാം ഘട്ടം ഇത്. ഇവിടെ മാറാ. പക്ഷെ മാറി അവിടെ കൊച്ചു ഗെയിം കളിക്കുമ്പോ അതിന്റെ കോമഡി ആയിട്ട് വന്നേക്കണം. Good. പതുക്കെ അനു പതുക്കെ. ഇനി നമ്മള് ദേവിക്കുട്ടിയുടെ ഗെയിം കാണാൻ പോവാ. അനു ഇനി ലളിതഗാന മത്സരം അവിടെ നടക്കാൻ പോണേ. സൈലന്റ് ആയിട്ട് നീളകളേ. അപ്പോ അനുവിന്റെ മൊത്തം 32 മിനിറ്റ് ആണ് മൊത്തത്തിൽ ഈ ഗെയിമിന് വേണ്ടി എടുത്തത്. അവള് ടൈമിംഗ് ആർട്ടിസ്റ്റ് ആണ്, കൂടുതൽ ടൈം കളയുന്ന ആള്. ഡ്യൂറേഷൻ നോക്കണം. 1/2 മണിക്കൂർ ഒരു എപ്പിസോഡിന്റെ ടൈം. എന്ന് ഞാനൊരു പേച്ചൊക്കെ സൊന്നെ. പക്ഷേ അനുവിന്റെ ടൈമും അതുപോലെ തന്നെ ദേവിയുടെ ടൈമും കൂടെ നമ്മൾ നോക്കൂട്ടോ. ദേവി എത്ര ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നേരെ മോളെ, നേരെ കാല് നേരെ വേ, കാല് നേരെ വേ. അങ്ങനെ ഫൗൾ അങ്ങനെ ചാടാൻ പാടില്ല. പോടാ. ഓക്കെ മോളെ. ഇല്ല ശരിയായി. ഇത് ഫൗളാണ്, പക്ഷെ ബിനീഷിനെ ഈ പരിപാടിക്ക് വിളിച്ചതാണ് ഫൗൾ. റെഡി 1 2 2 3. അയ്യോ അല്ലല്ല. കറക്റ്റ്. ഇല്ല മാറ്, കറക്റ്റ്. ചാടാൻ പാടില്ല. ചാടി. ആ, ഓടാൻ പാടില്ല. പൊയ്ക്കോ. പൊയ്ക്കോ. കറക്റ്റാണ്. അതെന്നെ പരിപാടി. കറക്റ്റാണ്. നടക്കില്ല മോളെ, നടക്കില്ല. ഇത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അയ്യോ. അല്ല, അത് സമ്മതിക്കില്ല. വാടി കേറി, അല്ല ഇതിനുള്ളിൽ കേറി. കണ്ടിന്യൂ. ബിനിഷേട്ടിന്റെ മുകളിൽ കൂടെ ചാടിക്കോളൂ. അയ്യോ ദേവി നന്ദയ്ക്കും ഈ ഗെയിമിന് വേണ്ട സഹായങ്ങൾ നൽകുന്നു പെരുമ്പാവൂർ റെഡി. ഓപ്പോസിറ്റ് ടീം അവിടുന്ന് മാറിക്കൂ. ഓടാ ജിഷു. ശിരീഷ് ബാസ്റ്റിൻ മാറിക്കൂ. ആ പൗള് മനസ്സിൽ പറയാലോ. അങ്ങനെ പിടിക്കാൻ പാടില്ല. Come on, Devi. Super. എടി അനു, സൂപ്പറായിട്ട് കളിച്ചു. ഇത് കണ്ട റൂൾസ് തെറ്റിക്കാതെ കറക്റ്റ് കളിച്ചാണ്. ഇതാണ് കറക്റ്റ്. ആരാ പറഞ്ഞ എന്റെ കൊച്ചു ഫ്രൂട്ട്സ് ഇവിടെ 3 മിനിറ്റും അവിടെ 32 മിനിറ്റും മിനിറ്റും. ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു 2 മിനിറ്റ് അങ്ങ് മാറ്റിയാ പ്രശ്നം തീർന്നില്ലേ? Good job, ദേവിക്കുട്ടി. Super. അനു 18 വയസ്സുള്ള ഈ കൊച്ചി കുട്ടിത്തം കാണിക്കുന്നില്ല. 36 വയസ്സുള്ള നീയല്ലേ കുട്ടിത്തം കാണിക്കുന്നത്. എവിടെ പോടുന്ന് പറയട്ടെ നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ, പറയട്ടാ. പ്രായം പറ. 48 വയസ്സുള്ള ബിനീഷ് ബാസ് അങ്ങനെ പറയാൻ പാടില്ല. എന്ത് രസമായിട്ടാണ് ഞങ്ങളുടെ ദേവിക്കുട്ടി കളിച്ചത്. ഞങ്ങളുടെ അനു കളിച്ച മോരായിട്ടാ. മോരാ ഇത് രസമായിട്ട് കളിച്ചാണെങ്കിൽ ഞാൻ കളിച്ചത് കൊള്ളൂല. കേക്കണ, നീ കേക്കണോ അത്? Ready. ലക്ഷ്മി ഗെയിം തുടങ്ങാം. നമ്മൾ എന്ത് ഷിയാസിന്റെ ശരിക്കുള്ള ശബ്ദം ഞാൻ മറന്നുപോയി. ഒന്ന് സംസാരിക്കോ? ഇതല്ല എന്റെ ശബ്ദം. പെരുമ്പാവൂർ ഷിയാസാണ്. ഗെയിം കളിക്കണം. ഷിയാസ് മൈക്ക് വെക്കുന്നുള്ളൂ, ശബ്ദം വേറെ സ്ഥലത്തുനിന്നാ വരണേ. അല്ല എന്റെ ശബ്ദാണ്. ഷിയാസിന്റെ പേരൊന്ന് ഫുൾ നെയിം പറയോ? പെരുമ്പാവൂർ ഷിയാസ്.
ശബ്ദം ഉയർത്ത്. അങ്ങനെയല്ല, ചാനൽ ഇപ്പൊ ഒരാളെ പുറത്തുനിന്ന് ഹയർ ചെയ്തിരിക്കുകയാണ്. കാരണം ഷിയാസ് ആക്ച്വലി ഷോയില് വന്നിട്ട് മിണ്ടണില്ല. അപ്പൊ മിണ്ടാൻ വേണ്ടിട്ട് അഡീഷണലി വേറൊരാളെ നമ്മൾ ഡബ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് സത്യം. കാരണം ആൾക്ക് ശമ്പളമുള്ളൂ. എനിക്ക് സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടിയ ഞാൻ പൊളിക്കും. അപ്പൊ പേയ്മെന്റ് ഡബ് ചെയ്യുന്ന ആൾക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുവിന് ഡബ് ചെയ്യണ ഒരാളെ കൂടി വിളിച്ചാലോ? ഇവന്റെ അണ്ണാക്കിൽ ആദ്യം തള്ളു, ഇവന്റെ പ്രാന്ത് ആദ്യം മാറട്ടെ. എന്റെ അല്ലേട്ടോ സുമേഷിന്റെ. എന്റെ പൊന്നളിയ അടിങ്ങിറാക്കല്ലേ. പെരുമ്പാവൂർ ഷിയാസാണ്. ഇനി ഇവിടെ എങ്ങാനും നിന്റെയൊക്കെ ശബ്ദം കേട്ടാൽ നാക്ക് വീടെടുക്കും ഞാൻ. ലക്ഷ്മി, ഇപ്പൊ നിനക്ക് ഡബ് ചെയ്യാൻ വേറെ ആരും ഒന്ന്. എനിക്കും ഇങ്ങനെ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് ഇപ്പൊ എനിക്കൊരു കൊതി. പക്ഷെ ശമ്പളം കുറയും. അതാണ്. ഓക്കെ, അപ്പൊ ഇനി ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ ഡയാന ആൻഡ് ഐഷു. ഐഷു ഐഷു ഐഷു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. സത്യത്തിൽ ചാടിയതല്ല, കാല് കുത്താൻ സമയം കിട്ടിയില്ല. അപ്പൊ നമ്മൾ ജയിച്ചു. ഐഷുവിന് സ്പെഷ്യൽ ടൈറ്റിൽ അവാർഡും കൂടി ഉണ്ട്. നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കുറച്ച് തന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഗെയിം തീർത്തു തന്നല്ലോ. താങ്ക് യു. അത്രയും കാശ് ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ല ലക്ഷ്മി, ഈ ഐശ്വര്യക്ക് കൊച്ചു പിടിക്കൂല. എന്താ? കൊച്ചുപിടി പഠിച്ചിട്ടുണ്ട്. ഭ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ് ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ശരി, ഇനി ഡയാന. നമുക്കൊരു ഒരു ഗെയിം അറേഞ്ച് ചെയ്യണം. ഈ ബിനീഷ് ബാസിനെ കൊണ്ട് കെൻറ്റി കളയണം. സ്റ്റാർട്ട് ചെയ്യണേ. ഡയന, ടേക്ക് കെയർ. കൗണ്ട് ഡൗൺ പ്ലീസ്. നമ്മുടെ ടീമിന്റെ വരയമ്പുലി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോട്ടെ പോട്ടെ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെട്ടെന്ന് കയറി കയറി. ജയിച്ച്. അത് തന്നെ, അത്രേ ഉള്ളൂ. ഡയാന ജയിച്ചു. ഒരു ഒറ്റ ചാട്ടം കുതിച്ചോ. സൂപ്പർ. ഓൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ഇതില് ഐഷുവിനെ ശരിക്കും കടത്തി വെട്ടിക്കൊണ്ട് ചുരുങ്ങിയ സമയത്ത് ഗെയിം തീർത്തത് ഡയനയായിരുന്നു. ഗുഡ് ജോബ്. ആൻഡ് ഇലക്ട്രിസിറ്റി വീണ്ടും ഞങ്ങൾക്ക് സേവ് ചെയ്തത് ഒന്നുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രണ്ട് റൗണ്ടിലും ലൈക്ക് ഇപ്പൊ ടൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഈക്വൽ ആയിട്ടാണ് പോയിന്റ്സ് വരുന്നത്. പക്ഷേ ബെസ്റ്റ് പെർഫോമർ ടൈറ്റിൽ അവാർഡ് ഗോസ് ടു ഡയാന. ഇപ്പൊ അവര് പോയ ടൈമില്ലേ, അതിന്റെ പകുതി കൊണ്ട് സുമേഷ് ചന്ദ്രൻ പിന്നല്ല, വീടാണ് വരും. അല്ലടാ, ഇല്ല. Come on, സുമ. ഹലോ. ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. എങ്ങനെയൊക്കെ പോണം? എങ്ങനെയൊക്കെ പോകണല്ലേ? തട്ടി. ശരി. മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ടോ? മഴയുണ്ട്. ഇവിടെ മഴയൊക്കെ തന്നെ. ശരിയെങ്കിൽ കാറ്റോ? കാറ്റ് ചെറുതായിട്ടൊക്കെ. എങ്ങനെയുണ്ട് ഇപ്പൊ ഗെയിം? എങ്ങനെ പോണം? നന്നായിട്ട് പോകണം. നല്ലല്ലേ? ഓക്കെ. ക്ലൈമാക്സ് എങ്ങനെ ആവുമെന്ന് നോക്കാം. ക്ലൈമാക്സ് ഞാൻ പറയാം. ആടി കൊണ്ട് പുറം പൊളിഞ്ഞ് ഞെളിഞ്ഞ് വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യം. അതെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ജിഷൻ ചേട്ടനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ സുമയാണ് ഇറങ്ങാൻ പോണേ. ഡൗൺ ഡൗൺ പ്ലീസ്. 3, 2, 1. ടൈം ലാക്സ് ആയി. നീ ജയിച്ചിട്ട് കാര്യമില്ല. ക്ലൈമാക്സ്. ഇവൻ എന്താടാ? എടാ, അതിൽ ആശ പൊട്ടിക്കണടാ. ജിഷിന് ആ ബലൂണിൽ ആശ പൊട്ടിക്കണ്ടേ? അത് മാറ്റിട്ട് തന്നില്ല, അവൻ അത് പൊട്ടിച്ചു തന്നെ. ശരി, അടുത്ത ആള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെക്ക് ദ ടൈം പ്ലീസ്. കൗണ്ട് ഡൗൺ പ്ലീസ്. ചാടിക്കോ. ആദ്യം തന്നെ കൗണ്ട് വീണതിന് മുമ്പ് ചാടിക്കോ. ചാടിക്കോ. പോടാ.
കളിക്കല്ല പോടാ ഓടാ കേറാ സുമാന്റെ ഒരു വിഷയമല്ല കേറിക്കോ. മാറ ബാസിനെ മാറ അവിടുന്ന് എടാ ജയിത്തറ കേറ സുമാന്റെ അനു അനു ചാടിക്കോ. Well done, സുമേഷ്. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പോവാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് ചേട്ടന്മാരുടെ കാര്യം എടുക്കാം അല്ലെ. ആൺകുട്ടികളിൽ ലൈക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഈ ഒരു ഗെയിം കളിച്ചു കഴിച്ചു തീർത്തതല്ല, കളിച്ചു തീർത്തതാര്? കൺഗ്രാറ്റുലേഷൻസ് ടു അനിത മേനോൻ. സുമേഷ്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സുമേഷ് ഇനി ഈ ഗെയിമിന്റെ റിസൾട്ടിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടു നോബി മാർക്കോ. അല്ല, എടാ മിണ്ടാതിരിക്കണം, അതിന്റെ അടുത്ത് പക്ഷേ വരും. കൺഗ്രാറ്റുലേഷൻസ് ടു വിനു അടിമാലി ആന്റി. എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ടു വിനു അടിമാലി ആൻഡ് ടീം ആൻഡ് നോബി മാർക്കോസ് ആൻഡ് ടീം. രണ്ട് ടീമോ? ആണോ? ആണോ? ആ ലക്ഷ്മി വട്ടയപ്പം ബന്ധെങ്കിൽ താട്ടെ. ശരിക്കാ. പാലും പഴവും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പല പല സാഹചര്യങ്ങളിൽ നമുക്ക് മധുരം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ വീട്ടിൽ കുറച്ച് പാലും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് പാലും പഴവും കിട്ടും. അതുപോലെ തന്നെ ചേർച്ചിലും എന്തെങ്കിലും ഈ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പാലും പഴം ഉണ്ടാവും. ഫസ്റ്റ് നൈറ്റിലും പാലും പഴം ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവിടെയും പാലും പഴമാണ്. അപ്പം അതുകൊണ്ട് തന്നെ റിലീസിനൊരുങ്ങുന്ന പാലും പഴത്തിലെ ഹീറോയിൻ ശരിക്കും മീര ജാസ്മിൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഹീറോയിനും കൂടെ നമ്മൾ വെൽക്കം ചെയ്യണ്ടേ? യെസ്, ഒരു വലിയ കൈഡിയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ അശ്വിൻ ജോസ്. നെഞ്ചിനകത്ത് നെഞ്ച് വിരിച്ച് പാറപുല്ലേ നെഞ്ചിനകത്ത് നെഞ്ച് വിരിച്ച് മുട്ടുമടക്കി മീശ പിരിച്ച് തോള് ചെരിച്ച് റീബാൻ വെച്ച് ബൈക്കെടുത്ത് കിക്കറടിച്ച് ലാലേട്ടൻ ലാലേട്ടൻ ചക്കിനകത്ത് ലാലേട്ടൻ. ഇടി മുഴക്കി ഡയലോഗ് അടിച്ച് കയ്യടി വാങ്ങി മിന്നിത്തിളങ്ങി ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ കൽവാണ്, ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ ഏട്ടനാണ് ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിനകത്ത് ലാലേട്ടൻ. വെൽക്കം ബാക്ക് അശ്വിൻ. അങ്ങനെയാണോ പറയാൻ അല്ലേ? യെസ്. അപ്പോ ഇത്തവണ നമുക്ക് പാലും പഴമാണ് വിശേഷം അല്ലേ? ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മള് ഇതൊക്കെ കണ്ട് എപ്പോഴേലും നമ്മുടെ ഹീറോയിൻ ആകുന്നൊക്കെ ആഗ്രഹിച്ചു. ആ അതെയല്ലേ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ. നായകൻ ഇവിടെ നിൽക്കുന്നു, നായിക അവിടെ ഇരിക്കുന്നു. ആ ഒരു ദൂരം അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ലൈക്ക് നമ്മൾ ഡ്രീം ചെയ്ത് സെറ്റിലെത്തി കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ദൂരം ഉണ്ടല്ലോ, ഇത് മാറി ഇങ്ങനെ നേർക്ക് നേർ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ടിന് തൊട്ട് മുന്നേ പറയുമ്പോ നെഞ്ചിലൊരു പടപടപ്പുണ്ട്. അല്ല, അത് നമുക്ക് ഇഷ്ടം കൊണ്ടുള്ള. അതെ. അല്ല, ഞാൻ പറഞ്ഞ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ എന്റെ വീട്ടിൽ ചേട്ടനൊക്കെ എന്നെ വിളിച്ചിട്ട്, എടാ നീ ആരോടെ അഭിനയിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ നാഷണൽ അവാർഡ് വിന്നിങ് ആക്ട്രസിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനിലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് അഭിനയിക്കാൻ നേരം തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര കൂളായി പറഞ്ഞു കേട്ട്. അത് നമ്മൾ പലരിടത്തും ചോദിച്ചിട്ടുണ്ടാവല്ലോ, അളിയാ എങ്ങനെയുണ്ട് ഈ മീര ജാസ്മിൻ, ഓക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ട്. എല്ലാരും പറയുന്നത് വെച്ചാൽ
കൂടുതലും സ്വഭാവത്തെ പറ്റി എന്നോട് പറയുന്നത് പറഞ്ഞാൽ ഭയങ്കര പെർഫോമറാണ്. ആ പെർഫോമറുടെ കൂടെ നീ അഭിനയിക്കുമ്പം ഉള്ള സംഭവം അതൊക്കെയാണ് നമുക്ക് പിടിച്ചു നിൽക്കുന്നതിനപ്പുറമായിട്ട് ഉള്ള ഡയലോഗിലും കറക്റ്റായിട്ട് പറയണ്ടേ. ഞാൻ ആ ടെൻഷനിലായിരുന്നു. പക്ഷെ വന്ന് എന്നെ കൂളാക്കി ഭയങ്കര കമ്പനി. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. എനിക്ക് പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ലൈക്ക് സാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു, അപ്പം പേര് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെ ഫസ്റ്റിലെ പേര് വിളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പം എനിക്കൊരു 10 ദിവസം എടുത്തു. 10 ദിവസം ഞാൻ മറ്റേ അതെ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തായാലും അല്ല ഞാൻ എന്താ വിളിക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മീര ജാസ്മിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പം മീര എന്ന് വിളിക്കുന്നത്. അത് ഇപ്പം ഞാനിപ്പം നേരെ കയറി മീര എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആർക്കും പൊളിയിൽ ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, എത്ര ദിവസം പേര് വിളിക്കാതിരുന്നേ? 10 ദിവസം. അന്ന് ഒന്ന് നോക്കൂ ഇവിടെ അങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. എന്താ പറയാനുള്ള അശ്വിനെ കുറിച്ച്? അശ്വിൻ ഇസ് എൻ്റെ ഒരു ഫ്രണ്ടായി ഇപ്പോ. ലൈക്ക് ഞങ്ങൾ ബഡീസ് അല്ലേ, ബിക്കോസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അശ്വിനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അശ്വിൻ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷനിൽ വളരെയധികം നല്ല സ്ക്രിപ്റ്റ് സെൻസ്, അതായത് ന്യൂ ജെൻ ആണ്. ഹീസ് എ ന്യൂ ജെൻ. സോ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ലൈക്ക് ഫ്രം ഹിം. സോ ഇവരുടെ അടുത്തു നിന്നാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇങ്ങനത്തെ സിനിമകളാണ് ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫ്രം അശ്വിനാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും എപ്പോ കാണുമ്പോൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചത്, ഇതിലെങ്ങനെ അഭിനയിച്ചത്, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനൊരു ക്യൂരിയോസിറ്റി അശ്വിനുണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും നമ്മളോട് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ അഭിനയിക്കുന്നതിന് തൊട്ട് മുന്നേ ഭയങ്കര ചിരിച്ചു കളിച്ച് സിമ്പിൾ ആയിട്ട് നിന്ന്, പക്ഷെ പെർഫോം ചെയ്യാൻ നേരം വേഗം റിലീസിന് വേണ്ടി ഓഗസ്റ്റ് 23 വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും. ഫണ്ണാണ് മെയിൻ ജോണർ, റൈറ്റ്? പറയാനുള്ളത് ഇതിന്റെ വേറെ പ്രത്യേകത സുമേഷിനെ ഇതിനകത്ത് കാണിച്ചില്ല. ഇവിടെ ഇടാൻ പാകത്തിനൊരു സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ഞാൻ കണ്ണുപിടി അവിടെ മാറ്റിയിട്ട് സുമയുള്ള കാര്യം മറന്നുപോയി, കാണാത്തോണ്ട്. ബസ് പോയപ്പോ അവിടെ ഇങ്ങനെ സുമേഷ് ശരിക്കും അല്ല, ഞാൻ ഡയറക്ടറിന്റെ സംഭവം എന്താ അറിയോ? സസ്പെൻസ് ആണ്. സസ്പെൻഡ് ചെയ്തോ? അല്ലല്ല, സസ്പെൻസ് ആണ്. സെക്കൻഡ് ഹീറോ ആണ്, ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ പുള്ളി. പക്ഷെ സുമേഷിനകത്ത് അടിപൊളി ഒരു ക്യാരക്ടറാണ്, സൂപ്പർ. അത് നേരത്തെ പറഞ്ഞ സർപ്രൈസ്. അല്ലല്ല, അവനെ വെച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് ഓസ്ലർ സിനിമയിൽ മമ്മൂക്കനെ കാണിച്ചോ? അത് ഓസ്ലർ. നീ ഇതിൽ ഓസ്ലല്ലേ അഭിനയിച്ചോ? ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ഓഫ് കോഴ്സ് ഇതിന്റെ മെയിൻ ജോണർ തമാശയാണ്, കോമഡിയാണ്. ഇത് ഏജ്, അതായത് പ്രായം കുറഞ്ഞ പയ്യനും പ്രായം കൂടിയ കുട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പ്രായം കൂടിയ കുട്ടിയാണോ അത്? പറയില്ല. അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് താടി കളഞ്ഞ് വേണ്ടി എന്നിട്ടൊന്നും വർക്കൗട്ട് ഒന്നുമില്ല. അതൊന്നുമല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോ ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക പാലും പഴവും. എന്താ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചൂടോടുകൂടി കമന്റ്സ് ആയിട്ടോ ഇൻസ്റ്റയിലോ അയച്ചോളൂ. അവിടെയും ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. എല്ലാവരും കൂടെ ഒറ്റയടിക്ക് എടാ അറിഞ്ഞില്ലേ മീര ജാസ്മിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലൂടിക്കും ആ ഒരു അക്കൗണ്ട് നോക്കാൻ വേണ്ടിട്ട് ചൂടോടുകൂടി നേരിട്ട് തന്നെ അറിയിച്ചോളൂ കേട്ടോ അഭിപ്രായം എന്താന്നുള്ളത്. ഈ സിനിമ പ്രത്യേകിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ലൈക്ക് ഏത് ജനറേഷൻ ആണെങ്കിലും, ന്യൂ ജെൻ ഓർ ജെൻസി ഓർ മറ്റേ എനി ജനറേഷൻ, അവർ എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് സിനിമയായിരിക്കും. ബിക്കോസ് അതിലുള്ള എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം അടിപൊളി ആക്ടേഴ്സാണ്. ശാന്തി കൃഷ്ണ മാം, മണിയമ്പിള്ള രാജചേട്ടൻ, അശോകൻ ചേട്ടൻ, പിന്നെ സുമേഷ്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് ആശിഷ് എന്ന് പറഞ്ഞിട്ട്. ആശിഷ് ഇസ് ഓൺലി 26 years old. തോട്ട് പ്രോസസ് എല്ലാം അവരുടെ ഉണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി അതിൽ റിഫ്ലക്ട് ചെയ്യും. അതിലും വലിയ ന്യൂ ജനറേഷൻ നമ്മുടെ ഡയറക്ടർ സാർ VKP. സോ VKP എനിക്ക് എടുത്ത് ഞാൻ പറയാഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ VKP ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്, നല്ലൊരു സുഹൃത്താണ്. പ്ലസ് VKP ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളെക്കാളും ചെറുത്. ആക്ച്വലി ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് LKG കുട്ടിയാണ്. നമ്മൾ എന്താ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ വേറെ വാക്കൊക്കെ ഉണ്ട്. സാറിന്റെ പിള്ളേരെക്കാളും കഷ്ടമാണ് VKP. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ സമ്മതം ഇല്ലാണ്ട് ഞങ്ങൾ ആ ചടങ്ങ് അങ്ങോട്ട് നടത്താൻ പോവാണ്.
അതൊന്നും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ അധികാരമാണ്, അവകാശമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. എന്താണ് ഈ പൃഥ്വിരാജിനെ വിളിക്കാനാണോ? ചെയ്യട്ടെ? ചെയ്യൂ. കൈകളിലേന്തി പാലും പഴവും 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 കൈകൊണ്ടും. അങ്ങനെ പഴം ഏന്തണ്ട, നീ തന്നെയാണ്. ബാ, ഇവിടെ ട്രെയിലറിലില്ല, ഇതിലെങ്കിലും അവന്റെ ഒരു പ്രസന്നമായ ഒരു പ്രകടനം. ഈ ചൂടുപാല് നീ ഒറ്റ വലിക്ക് കുടിക്കണം. അയ്യോ സുമേഷ്. അല്ല, പാലും പഴവും സത്യം പറയാൻ നമ്മളല്ല കഴിക്കണം. നമ്മൾ പാലും പഴവും നല്ലൊരു പാലും പഴം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കേണ്ടത് മുഴുവൻ നമ്മുടെ പ്രേക്ഷകരും. ഇനി കൊതി വരുവോ? മീര ചേച്ചിക്ക് വേണോ? ആക്ച്വലി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്നാ പാലും പഴവും മീര ചേച്ചിക്ക് കൊടുക്കാം. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതിയോ? പാല് കുടിക്കണ്ട, ചിലപ്പോ പിരി, നീ പഴം കഴിച്ചാൽ മതി. അശ്വിനി, അല്ല, ഒരു പഴം മറ്റൊരു പഴം കഴിക്കുന്ന അത്യപൂർവ കാഴ്ച. Cheers. Cheers. പഴവും കൈകളിലേന്തി പാലും 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 പഴവും കൈകളിലേന്തി. ശരിക്കും കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും കലക്കൻ റീചാർജോട് കൂടിയിട്ട് നമ്മുടെ മീരയെ കാണുന്നത്. അതും സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ. വി ആർ സോ മച്ച് ഹാപ്പി ആൻഡ് പ്രൗഡ്. ഈ പാലും പഴവും കൈകളിൽ എന്തിയപ്പോ അച്ചുവിന്റെ അമ്മയിലെ കുറെ കടുകുറ ഇങ്ങനെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കണ പോലെ തോന്നി. ശരിക്കും ഇത് നമുക്ക് ഇഷ്ടമല്ലേ? അതെ, ഭയങ്കര ഇത് പടത്തിലുണ്ട്, ഇങ്ങനത്തെ പരിപാടികളാണ്. ഇത് ഞാൻ എപ്പോഴും ഇത് കാണുമ്പോ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നണ ലക്ഷ്മി, ഈ സന്തോഷത്തിന് മീരയ്ക്ക് വേണ്ടി നമുക്ക് വെട്ടിയോട് ദാസിന്റെ മാജിക് കേട്ടല്ലോ. ഈ പാലിനെ പച്ചവെള്ളമാക്കും. ഈ പാലിനെ പച്ചവെള്ളമാക്കി അതിനകത്തൊരു പ്രാവനെ എടുത്ത് ഇവര് വൈകുന്നേരം ടച്ചിങ്സിന് കൊടുക്കും. ഈ മീരയാണ് ശരിക്കുള്ള മീര, അച്ചുവിന്റെ അമ്മയിലെ മീര, പ്രേക്ഷകരുടെ എല്ലാവരുടെ വീട്ടിലും ഒരു സ്ഥാനമുള്ള മീര. ആ മീരയാണ് പാലും പഴത്തിലൂടെ നിങ്ങൾ കാണാൻ പോണേട്ടോ. ആൻഡ് സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീര. ദിസ് ഇസ് ഓൾ അബൌട്ട് പ്രേക്ഷകരുടെ ആ ഒരു എനർജറ്റിക് മീര ജാസ്മിൻ. കൈയിലെന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. തിണവിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ്. ഇനി നാടാകെ നീയാണേ നേരാണെന്നേ തരിനോവോ നിന്നിൽ വീഴാതെ നോക്കാമെന്നേ. ഇതിലേ വന്നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ. പെണ്ണെ കൊണ്ടാട വാങ്ങാൻ ശരിക്കും ഒരു കാര്യത്തിൽ ഞങ്ങൾ 100% ഷോർ പറയും, അല്ലെങ്കിൽ ഇപ്പോഴേ ഗ്യാരണ്ടി പറയും, സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു വൈബ് വേറെ എവിടെ പോലും കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം- അഹങ്കാരത്തോടുകൂടി പറയും. ഹാപ്പി
വെരി ഹാപ്പി. ഹാപ്പി കട്ട ഹാപ്പി. ആരാ ഹാപ്പി? കട്ട ഹാപ്പി. പിന്നെ വേറെ കേസുണ്ട് കേട്ടോ. ന്യൂജൻ. ഞാൻ ട്രൈ ചെയ്യുവാ ന്യൂജൻ. ഇനി മൊത്തം ഞങ്ങൾ ന്യൂജൻ ഭാഷയിലേക്ക് സംസാരിക്കാം. ഹേ ബഡി ഹൗ ആർ യു ഡാ? ബഡി ട്രെയിലറിൽ ഇല്ലാത്ത വിഷമത്തിന്റെ ചമ്മല് മാറ്റാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു വൈബിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പാലും പഴവും ടീമും ഒരു ഗെയിം കളിച്ചല്ലോ. നമുക്ക് ഒരു ചെറിയ ഡംഷറാട്സിലേക്കാണ് നമ്മൾ പോണേ. വെരി സിമ്പിൾ. നായകനും നായികയും കളിക്കട്ടെ. ഡംഷറാട്സ് ആകുമ്പോൾ നമുക്ക് ഓടി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? സിമ്പിൾ സിമ്പിൾ. വെരി 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 വെരി. സപ്പോർട്ട് ഉണ്ടോ? പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. നോ പ്രോബ്ലം. കുട്ടിക്കാലത്ത് എന്തൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട്? കുറച്ച് വില്ലത്തേക്കായിരുന്നു പണ്ട്. തീരെ ചെറുപ്പത്തിൽ വെറും പാവമായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പോ ഇച്ചിരി വില്ലത്തിയായി. ശരി, ഓക്കെ. അപ്പൊ തിരിച്ച് ദംഷറാട്സ് അറിയാലോ. ഞങ്ങള് കഴിഞ്ഞ മാസം കൂടി കളിച്ചു. അപ്പൊ പിന്നെ പ്രോ എന്ന് നമ്മൾ ചെയ്യാൻ പോണ ദംഷറാട്സില് ലൈക്ക് കുറച്ച് കാർഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു പക്ഷേ സിനിമ പേരായിരിക്കാം, ഒരു പക്ഷേ എന്തെങ്കിലും ഡയലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫേസ് ആയിരിക്കാം. ഇതിലിപ്പോ ആരെങ്കിലും അഭിനയിച്ച സിനിമയാണെങ്കിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നും പാടില്ല. ആദ്യം അശ്വിൻ എടുക്കട്ടെ. ഓക്കെ, ചൂടോടെ കൊണ്ടുവന്ന മിണ്ടരുത്. ഓൺലി ആക്ഷൻ. മിണ്ടാതെ ഉരിയാടാതെ ഒന്ന് കാണിച്ചു കൊടുക്കോ. ഓൺലി ആക്ഷൻ. പറന്നു കിടക്കുന്നു, വണ്ടി ഓടിക്കുന്നു, ഡ്രൈവിംഗ്, യാത്ര. എക്കോ വേണ്ട കേട്ടാ. യാത്ര ഒക്കെ വേണം. നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. ഗിയർ ഇടണ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഗിയറൊക്കെ കയ്യിലെടുത്ത് ഒടിച്ചെടുക്കുന്നു തോന്നുന്നു. യാത്ര. ഓക്കെ. പഴയ സിനിമ പുതിയ സിനിമ? നല്ല പഴയണോ അതോ ഇടയിൽ മിഡിൽ? ഇപ്പൊ യാത്രയുണ്ട് വേർഡില്. ദണ്ഡി യാത്ര. അത് നിങ്ങൾ പോകുമ്പോ രണ്ട് വേർഡുണ്ട്. അത് തന്നെ. ഏയ് സോന്നുമില്ല, ബട്ടുമില്ല, സോയുമില്ല. ഫസ്റ്റ് വേർഡ് യാത്ര. സെക്കൻഡ് വേർഡ് ആണോ? ഫസ്റ്റ് വേർഡ് ഞാൻ. എന്തെന്ന്? പോക്കറ്റ് യാത്ര. ശ്രദ്ധിച്ച് കേക്കമ്പാനെ. പഴം. പഴോ? പാല്. സിനിമയില് നൈസ് ക്ലൂ. എനിക്ക് മനസ്സിലായി. നല്ല ക്ലൂ ആയിരുന്നു. സൂപ്പർ ക്ലൂ. ഓക്കെ. വിനോദയാത്ര. ഇന്റർനാഷണൽ ക്ലൂ ഇവിടെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ പാലിമ്പഴത്തിന്റെ പ്രൊഡ്യൂസർ. ഇതാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. കറക്റ്റ് ആണല്ലോ മിസ്റ്റർ വിനോദ്. വിനോദേട്ടൻ. വിനോദ യാത്ര. ഇപ്പൊ ജനറേഷൻ കുഴപ്പമില്ല. ഇത് നമുക്ക് മാറ്റാം. ഇത് മാറ്റി കളഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്തത് മീര ചേച്ചിക്ക് കൊടുക്കാം. സൂപ്പർ. കൈ പിടിക്കണം. എല്ലാരും കാണിക്കോ. ഒന്ന് കറങ്ങോ. 360 ഞങ്ങളെ കാണിക്കൂ. ഓക്കെ, സെറ്റ്. 20 സെക്കൻഡിനുള്ളിൽ വാശിയാണോ? വേന്ദ്രനല്ലേ നായകൻ? അശ്വിനെ അങ്ങനെ പിടിക്കില്ലേ, ഇവിടെ പറയണ്ടേ. ഇത് ഞാൻ പറഞ്ഞതാ മലയാളത്തില് ചൂണ്ടിക്കാണിക്കരുതെന്ന്. ഇറങ്ങി പോനോ? സിനിമയുടെ പേരാണോ? യെസ്. രസതന്ത്രം. ഇന്നത്തെ ചിന്താവിഷയം. ഇത് സമ്മതിക്കാം. പക്ഷേ ഫസ്റ്റ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ലാലേട്ടനെയും കാണിച്ചു, മീര ചേച്ചിയും കാണിച്ചു. അല്ല, എന്നാലും ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയാൻ പറ്റൂല. അഭിനയിച്ചാണ് കാണിക്കാൻ പറ്റത്തില്ല. നായികയെ കാണിക്കാൻ പറ്റില്ല, നായകനെ കാണിക്കാം. എന്തേലും വെല്ലുവിളി ഉണ്ടോ? 20 സെക്കൻഡിനുള്ളിൽ പറയുന്നോ അങ്ങനെ എന്തേലും? ആരുദ്ദേശിച്ച ഈ കൈയും കൂടെ ഞാൻ ഫ്രീ ആക്കി തരാം. അപ്പൊ ഒന്നും കൂടെ ആറ്റിറ്റ്യൂഡ്. ഇതാരത്? പറയട്ടെ. പേര് പറയാം. രസതന്ത്രം. കാരണം ഒരെണ്ണം അവിടെ പോയല്ലോ. ഇന്നത്തെ ചിന്താ വിഷയം പോയല്ലോ. ഓക്കെ, നൈസ്, ഗുഡ്. സിനിമയുടെ പേരല്ലേ? നല്ല ക്ലൂ, നല്ല ക്ലൂ. ബൈക്കാണോ? ബൈക്കിൽ സൈക്കിളാണോ? അതിൽ പോയിട്ട് എന്താ ചെയ്യണേ? പത്രം ഇടുകയാണോ? പത്രം ഇടുന്നേ. സൈക്കിൾ. ഇതെന്താ ചെയ്യണേ? അയ്യോ, എനിക്കിത് പറയാൻ പറ്റത്തില്ലേ. എന്താ ചെയ്തോണ്ടിരിക്കണ ആക്ടിവിറ്റി? ന്യൂസ്. യെസ്. അതിന്റെ അതവിടെ ഇരിക്കട്ടെ, വെറുതെ ഒരു മൂലയിലിരിക്കട്ടെ. ഫസ്റ്റ് സെക്കൻഡ് ന്യൂസാ.
ഗോളാന്തര വാർത്തയോ? സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള കുഴപ്പോ? ഇല്ലില്ല. ഓ ഇതെന്തത്? ഏറ്. കല്ല്. അയ്യോ എന്നാ അതിലെ നായകനെ കാണിക്കൂ. കമലഹാസനാണോ? കമലഹാസൻ. ആരായിരുന്നു ഇത് ചെയ്തത്? ദിനേഷ് ബാസൻ. ദിലീപേട്ടൻ. കല്ലുണ്ട്. കൽക്കട്ട ന്യൂസ്. രസായിട്ട് ചെയ്തു കേട്ടോ, രസായിട്ട് ചെയ്തു. അയ്യോ അല്ല സംസാരിക്കാൻ പറ്റില്ലല്ലേ? ഇതൊക്കെ ചെയ്ത ശീലമുണ്ടോ? കൊറേ വർഷങ്ങളായി. ഇത് സിനിമ പേരല്ല. ഓക്കെ. ഉണ്ട്. ആദ്യത്തെ നാലാമത്തെ കറി, ചോറ്, ചോറ്, ഊണ്, കറി, സാമ്പാർ. ഇനി കോമൺ ആയിട്ട് ഓക്കെ. ഇനി ഒന്നതൊന്ന് കൂട്ടി വെച്ച് പറയൂ. ഓക്കെ. നാലാമത്താണ് സാമ്പാർ കേട്ടോ. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ. വെരി ഗുഡ്. എന്തിനോ വേണ്ടി സാമ്പാർ. അശ്വിൻ ഗുഡ് ജോബ്. ഫിലിം നെയ്മ. ദിലീപേട്ടനാ. ഡാൻസ്. അമ്പാനെ ശ്രദ്ധിക്കാൻ പറ. പൊട്ടിട്ട്. ദിലീപേട്ടന്റെ മൂവിയല്ലേ? നൈസ് ക്ലൂ. പൊട്ട്. ചാന്ത് പൊട്ട്. ഓക്കെ. ഏതാ? ചാന്ത് പൊട്ടില്ല. ദിലീപേട്ടനുള്ള സിനിമ. അതിൽ വേറൊരാളുടെ ഫിഗറിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ്, ഭയങ്കര വലുതായിട്ട്. പൊട്ട്. കണ്ടുപരിചയം ഉണ്ടാവും. കാവ്യാണോ? അതെ, ഇത് മാത്രം ചൂണ്ടിക്കാണിക്കാം. ഞാനുണ്ടോ? ദിലീപേട്ടനുണ്ടെന്ന് പറഞ്ഞു. സൂത്രധാരനിലെ ചേച്ചിയാണ് കാണിച്ചത്. ഓക്കെ. സിനിമ പേര്. നൈസ് ക്ലൂ. ഫസ്റ്റ് ലെറ്റർ ബട്ടർഫ്ലൈ. ഓക്കെ. പൂമ്പാറ്റ. ഒറ്റ പേരുള്ളൂ. മല്ലിക്കെട്ട് സിമ്പിൾ ആയിട്ട് കാണിക്കോട്ടെ ഈ സാധനം. മിന്നാമിനി ആണോ? Correct. മിന്നാമിനി നുറുങ്ങ് കേട്ടോ. അങ്ങനെ അല്ല. മിന്നാമിനി കൂട്ടം. ആ നുറുക്കെടുത്ത് മാറ്റിയപ്പോ സാധനം കറക്റ്റ് ആയതുണ്ടോ? പാലും പഴത്തിന്റെ പ്രമോഷനുമായി ആ നേരത്തെ കൊണ്ടുവന്ന പാല് വെട്ടി അങ്ങനെ ദാസ് പെട്രോൾ ആക്കുന്നുണ്ട്. അതൊഴിച്ച് അയ്യോ ഇതെന്തോ ഡയലോഗ്. അശ്വിനെ ഒരു ഹെൽപ്പ് ഉണ്ട്. വേണമെങ്കിൽ ഫസ്റ്റ് വേർഡിന് ഞാൻ ഒരാളെ തരാം. നിങ്ങൾ രണ്ടുപേരൊന്ന് പുറത്തു പോകും. വണ്ടി റെഡിയാണ്. വണ്ടി റെഡിയാം. റെഡി. ഓക്കെ. എത്ര സ്പ്ലിറ്റ് ഉണ്ട്? അടുത്തെത്തി. 3 വേർഡുണ്ട്. കൊള്ളാലോ. കൊരങ്ങ്. ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? പിന്നെ ആദ്യം ഒരു ക്ലൂ കൊടുത്തില്ലേ? ഫസ്റ്റ് വേർഡ് കൊരങ്ങൻ. അത് ഫില്ല് ചെയ്യൂ. കൊരങ്ങനെ വിശക്കും. ഒരു സിനിമയിലെ ഡയലോഗാ. കൊരങ്ങനെ എനിക്ക് കൊരങ്ങൻ വേണ്ട. എടാ കൊരങ്ങ എനിക്ക് വിശക്കണു. കിലുക്കം. എടാ കൊരങ്ങ എനിക്ക് വിശക്കുന്നു. അത് അശ്വന്റെ അടുത്ത് പറഞ്ഞതാണോ ഞങ്ങളുടെ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞതാണോ? ശരി, അടുത്തത് ആർക്ക് കൊടുക്കണം? ഇനി സിമ്പിൾ ആണ് കേട്ടോ. ഇനി ഓരോരുത്തരുടെ ലൈക്ക് ഫേസ് ആണ്. കാണിക്കരുത്. സൂപ്പർ. സോ ഒരാൾ ആണാണോ പെണ്ണാണോ? അല്ല, ആക്ട്രസ്സാ. പെണ്ണ. ഓക്കെ. ആൺവേഷം ഇട്ടിട്ടുണ്ടോ? ആനി. ആൺവേഷം ഇട്ടിട്ടുള്ള ആക്ട്രസ് ആണോ? അതെ. അമ്പാനെ ശ്രദ്ധിക്കാൻ പറ. മീര ജാസ്മിൻ ആണോ? അയ്യോ ആ ക്യാരക്ടറിന് കാണിക്കോ? ഞാനിപ്പോ ഇതൊക്കെ മടക്കി കുത്താന്ന്. ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഇത് ഫുൾ ഓൺ പവർ ആണ്. റെഡി? ഒരു കൈയടി. ഡയലോഗ് ഉണ്ടോ? അതെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമാണെന്ന്. അതൊന്നും സാരില്ല. അത് മറക്കണ്ടെന്ന് പറയാൻ എനിക്ക് ശരിക്കും ഇഷ്ടം. എനിക്കും. ഇതാണ് നമ്മുടെ വേലായുധം കുട്ടി.
അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചമ്മല, എനിക്ക് ചെയ്യാൻ ഭയങ്കര ചമ്മല. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ഫേസാ അല്ലേ. ആൻഡ് ആ ഒരു ഇന്നസെൻസ് ഇപ്പൊ നമ്മൾ ഈ ഫ്ലോറിൽ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേലായുധം കുട്ടി സ്കോർ ചെയ്തേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. റെഡി, ഇനി നമുക്ക് ആർക്ക് കൊടുക്കാം? ഫുൾ ക്യാമറയിലേക്കും. യെസ്, 2 സെക്കൻഡ് കൊണ്ട് ചെയ്ത് കാണിക്കണേ. ആ, ഒറ്റതില് 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു. എന്ത് പറ്റി? കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അതെ അതെ. എന്താ ഒരു മാസ് ഡയലോഗ് മീൻസ് ഒരു മ്യൂസിക് ഇടൂ. 2 ലാലട്ടന്മാരെ ഒരുമിച്ച് കാണാം. യെസ്, ഓഡിയൻസിലേക്ക് എല്ലാം ചെയ്ത് കാണിക്കണം. ഓ, സിമ്പിൾ. ഞാൻ മാറി നിൽക്കാം, ഈ സാധനം എല്ലാം പൊളിയും. ദാസേ വിളിക്കരുത്, ദാസേ. അതല്ല, പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ആ ഓക്കെ. അപ്പൊ മെയിലാണ്. പൃഥ്വിരാജ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മുടെ എപ്പിസോഡിന്റെ മുൻഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നോളൂ, ഒരു ട്രിബ്യൂട്ടായിട്ട്. ഇന്ന് ഡിസ്ക്ലൈമറും കൂടെ കൊടുക്കണം. ദിനിച്ചേട്ടൻ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ കോട്ടിട്ട് മേക്കപ്പ് ചെയ്ത് ഇരുന്നിട്ട് സ്വയം പറയുന്നത് ഞാൻ പൃഥ്വിരാജാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ചെയ്യൂ, അത്രേ പറയാനുള്ളൂ. നോക്കൂ, ഞങ്ങൾ തമ്മിൽ ഒരേപോലെ ഇല്ലേ? ഭയങ്കര ഒരു കയ്യടിയൊക്കെ അടിക്കുക ചുമ്മാ. ഓക്കേ, പ്രേക്ഷകർക്ക് ഇത് എളുപ്പമായിരുന്നു. ബിനീഷ് ബാസിനെ കുളിപ്പിച്ചാൽ മതിയായിരുന്നു. കറക്റ്റ് പേര് കിട്ടിയെന്നെ. നരേനാണ്. ശരിക്കും പറഞ്ഞാൽ അധികം സമയം എടുക്കാണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത് നിങ്ങൾ 2 പേരാണ് കേട്ടോ. ശരിക്കും ഡൂപ്പിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം. എന്തിനാ? താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഗംഭീരമായിട്ട് ഈ ഒരു ഗെയിം കളിച്ചു. ഈ ഒരു റൗണ്ട് അടിപൊളിയാക്കി തന്നു. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ സ്റ്റാർ മാജിക് ഉത്സവ് എന്ത് വേഗ സമയം ഇങ്ങനെ ഓടി പോണ പോലെ തോന്നി. മണിക്കൂറുകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷെ അത് പാട്ട് പെട്ടെന്ന് ടൈം പോയ പോലെ തോന്നിയോ? തീർച്ചയായിട്ടും പെട്ടെന്ന് ടൈം പോയി. ഇഷ്ടായോ? വളരെ ഇഷ്ടമായി. സിൻസിയർ ആയിട്ട് സ്റ്റാർ മാജിക്കിൽ വരുന്നതിന് മുമ്പുള്ള തോട്ടും ഇപ്പൊ വന്ന് നമ്മളിതാ ഈ വൈൻഡപ്പിൽ നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഐ ഫീൽ വെരി ഹാപ്പി. അല്ലെങ്കിലും എനിക്ക് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാമായിരുന്നു. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കോമഡി പ്രോഗ്രാമാണ്. അതായത് ആരോട് പറഞ്ഞാലും ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ച് അടിപൊളിയാട്ടോ എല്ലാവരും കാണുന്ന. സോ അടിപൊളിയാണ്. കോമഡി പറയാൻ കിടന്ന് കഷ്ടപ്പെടുക. അതെ, കോമഡിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് ചെയ്യാൻ. എൻ്റെ മൈൻഡിലും ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ലൈക്ക് ഇവരുടെയൊക്കെ കോമഡി കണ്ട് ഞാൻ വന്ന എനർജി അല്ല തിരിച്ചു പോകുന്നത്, കുറച്ച് കൂടുതലായിട്ടാണ് പോകുന്നത്. എപ്പോഴെങ്കിലും റീഫിൽ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഫ്ലോർ ഓൾവേസ് ഓപ്പൺ ആയിരിക്കും. ഇങ്ങോട്ട് വരണം, ഫുൾ ഓൺ പവർ ആക്കി റീഫിൽ ഇത് ഞങ്ങൾ വിടും കേട്ടോ. ഇനിയും വരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് അശ്വിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ ഒരു ന്യൂ മെമ്പർ അല്ല. അശ്വിൻ ഇതിനു മുമ്പ് വന്ന് പൊളിച്ചു പോയതാണ് ഈ ഒരു ഫ്ലോർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനിയും വരണം ഈ ഫ്ലോർ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ആൻഡ് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും വളരെ ജെന്യൂൻ ആയിട്ട് ചെയ്തു. എല്ലാവരും. ആൻഡ് അശ്വിൻ, അപ്പൊ പാലും പഴവും ഡ്രീം കം ട്രൂല് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്തൊരു ബുള്ളറ്റിൻ നമ്മൾ ഗ്രീൻ ടിക്കറ്റ് ഓഗസ്റ്റ് 23rd എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പാലും പഴവും. അങ്ങനെയാണ് ആ സന്തോഷത്തിൽ ഞാനൊരു മാജിക് കാണിക്കാൻ പോവാം. ബ്ലേഡ് വിഴുകുന്ന മാജിക് അല്ല, ശരിക്കുള്ള മാജിക്കാണ്. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഓഡിയൻസിൽ നിന്നും എൻ്റെ മൈൻഡിൽ ഞാൻ എങ്ങനെ കണ്ടെടുത്തൊരു സംഭവമാണ്. ഓഡിയൻസിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റിന്റെ പടം വരച്ച ഒരു ചേട്ടൻ ഓഡിയൻസിൽ ഇരിപ്പുണ്ട്. എൻ്റെ കാരണന്മാരെ വരൂ. അറിയില്ലല്ലേ, CBSE അല്ല അതിന്റെ പ്രശ്നം. ആരെ പടം വരച്ചാലും അയാളെ 10,000 രൂപ ചെലവായി കാണും. ആ ചേട്ടന് ഈ വേദിയിലേക്ക് ഞാൻ അങ്ങോട്ട് വന്ന വിഷയവും നിങ്ങൾ ആ സാധനമായിട്ട് ഇങ്ങോട്ട് പോരെ. എൻ്റെ പേര് ജയൻ. പെരുമ്പാവൂര് വേങ്ങൂരാണ് എൻ്റെ സ്ഥലം. ഓക്കെ, ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ആർട്ടിസ്റ്റാണ്, അതെ. ശരി. അപ്പൊ ഈ കൂട്ടത്തില് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പടം ചേട്ടൻ വരച്ചു വന്നിരിക്കുകയാണ്. ഏതാണ് ആ വ്യക്തിയെന്നും
ഒക്കെ നമുക്ക് കാണാം അല്ലേ? ചേട്ടാ സൂപ്പർ, അടിപൊളി അടിപൊളി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടിരിക്കണു അല്ലേ? ജയൻ ചേട്ടൻ ഒരു പരാജയന്റെ പടം വരച്ചേക്കാണ്. അല്ല അതല്ല ചേട്ടൻ പൊളിച്ച് ഗൂഗിൾ പേ സുമേഷ് ചന്ദ്രൻ. സുമേഷ് എപ്പോ കൊണ്ടുവന്നു? അടിപൊളി ചേട്ടാ. ചേട്ടാ ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ഒരു മനസ്സിലുള്ളത് പുറത്ത് ഒരു അടിപൊളി അടിപൊളി. ആ ഫോട്ടോയിൽ വരെ ഒറിജിനാലിറ്റി, അവന്റെ കണ്ണ് കണ്ട പെണ്ണുങ്ങളെ തന്നെ നോക്കണം. അടിപൊളി അടിപൊളി. ഈ പടം ഞാൻ വരച്ചത് അങ്കമാലി നെടുമ്പാശ്ശേരിയിലൊരു പ്രദർശനത്തിനുണ്ടാൻ വേണ്ടി വരച്ചതാണ്. അപ്പൊ അവിടെ ചെന്ന് ഇത് വെച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് വിളിക്കാം എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നത്. പക്ഷെ ചേട്ടാ അവിടെ പ്രദർശനത്തിന് കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഈ ഫോട്ടോയുടെ അടിയിൽ ഒരു മാറ്റർ വന്നേനെ. ഇവനെ അല്ല, അവിടെ വേറെ കുറെ സായന്മാരും ഉണ്ടായത്. മനസ്സിലായിട്ടുണ്ട് കേട്ടോ ചേട്ടാ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയാലും ചേട്ടനൊരു പാറയില്, വലിയൊരു പാറയില് ആനയെ ചെയ്ത് നിസ്സാര രീതിയിൽ പെയിന്റ് ചെയ്ത് അത് ഭയങ്കര വൈറലായി എല്ലാ ചാനലിലും വന്നു. ചേട്ടന്റെ ഫുൾ നെയിം? ജയൻ വേങ്ങൂർ. ജയൻ വേങ്ങൂർ. വേങ്ങൂർ അല്ലേ? ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പം ഒരുപാട് സന്തോഷം ചേട്ടാ പരിചയപ്പെടാൻ പറ്റിയാല്. ആൻഡ് നമ്മുടെ കൂട്ടത്തിൽ ആളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞാലും. പെരുമ്പാവൂരല്ലേ വീട്? ഷിയാസിനോട് പെരുമ്പ ഇവനെ പഴത്തിലൊന്നും വരയ്ക്കാൻ പറ്റുമോ? ഞാനും പെരുമ്പാവൂരാണ് ഷിയാസ്. ചേട്ടാ താങ്ക് യു സോ മച്ച്. പ്ലീസ്. അപ്പോ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ശേഷം ഇനി ബിഗ് സ്ക്രീനിൽ പാലും പഴവും പിന്നെ സ്റ്റാർ മാജിക് ഉത്സവമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാ ഞായറാഴ്ചകളിലും കിഡ്ലൻ ഈവന്റുമായിട്ട് 2 പേരും ഇനിയും വരണം. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് us. ഇത്ര മാത്രം പറയണു. ഒരു ചെറിയ അടിപൊളി പാട്ടിട്ടിട്ട് ഒരു വൈൻഡ് അപ്പ് ഡാൻസോട് കൂടി നമ്മളിതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വൺസ് അഗൈൻ ദ എൻറ്റയർ ക്രൂ ഓഫ് പാലും പഴവും ഇവിടെ ഞങ്ങളുടെ മുന്നിൽ എൻറ്റയർ ടീം ഇരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, സ്റ്റാർ മാജിക്കിന്റെ ഭാഗത്തുനിന്ന് ഓൾ ദ ബെസ്റ്റ് വിഷസ്. കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി, തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. വിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ്.